നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലസാഗു എന്ന ടോപ്പിക്കിന്റെ അടുത്ത സെക്ഷനാണ്, അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, 6, 9, 10, 18 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏത്? അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളിൽ ലസാഗു ആണ് ഉപയോഗിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ലസാഗു കാണുക. 2-3 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതുപോലുള്ള ചോദ്യങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ 6, 9, 10, 18 എന്ന സംഖ്യകളുടെ ലസാഗു നോക്കാം. ആദ്യം 6, 9, 10, 18. അപ്പോൾ ലസാഗു കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ട് തന്നെ അറിയാം എല്ലാവർക്കും നന്നായിട്ട്. ആദ്യത്തെ ഈ 4 തന്നിരിക്കുന്ന സംഖ്യകൾക്കും പൊതുവായിട്ട് അതിനെ ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 6, 9, 10, 18 ഇത് 4നും കൂടെ ചേരുന്ന ഒരു സംഖ്യ ഇല്ല. പക്ഷെ ഇത് 3നും കൂടെ ചേരുന്നത് 6, 9, 18 ഇത് 3നും കൂടി കോമൺ ആയിട്ട് 3 നമുക്ക് എടുക്കാം. അതുപോലെ 6, 10, 18 ഇത് 3നെയും കൂടി എടുത്ത് 2ഉം എടുക്കാൻ സാധിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 6, 10, 18 കോമൺ ആയിട്ട് 3 ഞാൻ എടുത്ത് സൈഡിലേക്ക് എഴുതിയിരിക്കുന്നു. റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന 3 കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ സൈഡിലേക്ക് എഴുതിയിട്ടുണ്ട്. 6നും 9നും 18നും കൊണ്ട് 10നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ബാക്കിയുള്ള സംഖ്യകളെല്ലാം 3 കൊണ്ട് ഹരിച്ച് താഴത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നു. ആദ്യം 6/3 2, പിന്നെ 9/3 3, 10 അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഇനി 18/3 6. അപ്പോൾ ഇത്രയാണ് ലസാഗുവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനിയും നോക്കുക, ഇത് 4നും കൂടി ഹരിക്കാൻ പറ്റുന്ന പൊതുവായ ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോഴും നമുക്ക് കാണാം 4നും കൂടി സാധിക്കില്ല. ഇനി അടുത്ത 2, 3 എണ്ണത്തിനും കൂടെ 2, 10, 6 ഇത് 3നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 സൈഡിലേക്ക് എടുത്ത് എഴുതിയിട്ട് ഹരിക്കുക. 2/2 1, 3 അതുപോലെ തന്നെ താഴേക്ക് എടുത്ത് എഴുതുക. ഇനി 10/2 5, 6/2 3. ഇനി നോക്കിയാൽ നമുക്ക് കാണാം ഈ 2 3 ഉണ്ട്. അതിനെ മാത്രം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബാക്കി സംഖ്യകൾ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 3 നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതിയിട്ട് 1 അതുപോലെ താഴേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. 3/3 1, പിന്നെ 5നെ അതേപോലെ താഴേക്ക് എടുത്ത് എഴുതുന്നു. ഇനി 3/3 1. അപ്പൊ ഇത്രയുമാണ്. ഇനി നമുക്ക് ഈ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നമ്പേഴ്സും ലാസ്റ്റ് വരുന്നതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 × 3 × 5. അപ്പോൾ ലസാഗു നമുക്ക് 90 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് വരാൻ വേണ്ടി ലസാഗു കണ്ടുപിടിച്ച ശേഷം നമ്മൾ നോക്കുക ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമ്മുടെ ചോദ്യം ഓർക്കുക. ചോദ്യത്തിൽ എന്തായിരുന്നു കൊടുത്തിരുന്നത്? 6, 9, 10, 18 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് വേണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൂന്നക്ക സംഖ്യയിലേക്ക് എത്താൻ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 999 999 ആണ്. അപ്പോൾ ആ 999ന് 90 ഇപ്പൊ കിട്ടിയ ലസാഗു കൊണ്ട് നമ്മൾ ഹരിക്കുക. എന്നിട്ട് എത്രയാണ് ശിഷ്ടമെന്ന് നോക്കുക. ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയെ നമ്മളിപ്പോൾ കിട്ടിയ ലസാഗു കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അതിന്റെ ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 11 പോയാൽ 9 ആണ് ശിഷ്ടം വരുന്നത്. ഇത് ഹരിച്ചു നോക്കുമ്പോൾ കിട്ടും 9 ആണ് നമുക്ക് വരുന്ന ശിഷ്ടം. റിമൈൻഡർ ആണ് എടുക്കേണ്ടത്. 9 കിട്ടി. ഇനി നമുക്ക് 999 നിന്നും 9നെ കുറച്ചിട്ട് 5 കൂട്ടുക. ശിഷ്ടം 5 വരുന്ന സംഖ്യയാണ് നോക്കേണ്ടത്. അപ്പം കിട്ടുന്ന സംഖ്യയുടെ കൂടെ 5 കൂട്ടി എഴുതുമ്പോഴാണ് നമുക്ക് ആ നമ്പർ കിട്ടുന്നത്. 999 - 9 ചെയ്തിട്ട് 5 കൂട്ടുക. അപ്പം 995 ആണ് ആ നമ്പർ. അപ്പോൾ ഇതാണ്. അപ്പൊ ഇത് ചെയ്ത് തന്നെ നോക്കുക. ഇതുപോലുള്ള കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരെണ്ണവും കൂടി നോക്കാം. രണ്ടാമത്തെ ചോദ്യം, 7, 8, 9, 10 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആ സ്റ്റെപ്സ് ഓർത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ലസാഗു കാണുക, LCM കാണുക. 7, 8, 9, 10 ഇവയുടെ ലസാഗു അത് എളുപ്പം തന്നെയാണ് കാണാൻ സാധിക്കും. കാരണം ആദ്യം നോക്കുമ്പോൾ ഈ 4 സംഖ്യകൾ കൂടെ പൊതുവായി നമുക്കൊരു നമ്പർ വെച്ച് ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇനി അടുത്തത് ഇതിൽ സാധിക്കുന്ന 3 നമ്പേഴ്സിനും കോമൺ ആയിട്ട് വരുന്നില്ല. ഏതെങ്കിലും 3 നമ്പേഴ്സ് എടുത്താലും കോമൺ ആയിട്ടൊന്നും വരുന്നില്ല. പിന്നീടുള്ളത്
8ഉം 10ഉം ആണ്. രണ്ട് ഈവൻ നമ്പേഴ്സും നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 2 എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതിയിട്ട് 7 അതുപോലെ താഴേക്ക് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞ് 8/2 4. ഇനി 9നെ അതുപോലെ താഴേക്ക് എടുത്ത് എഴുതുക. പിന്നെ 10/2 5. ഇനി ലസാഗു കാണാൻ 2 × 7 × 4 × 9 × 5 2520 2520 ആണ് ഇതിന്റെ LCM കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് 9999 9999. ഈ സംഖ്യയെ നമ്മുടെ ലസാഗു കൊണ്ട് ഹരിക്കുക. 9999 ഡിവൈഡഡ് ബൈ 2520. അപ്പോൾ എന്നിട്ട് എത്രയാണ് ശിഷ്ടം കിട്ടുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 2, 4, 3, 9. ഇതാണ് നമുക്ക് അപ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഇനി ആ ശിഷ്ടം കിട്ടിയതിനെ നമ്മൾ ഈ നാലക്ക സംഖ്യ, ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് കുറച്ചിട്ട് 5 കൂട്ടുക. അപ്പോൾ 5 ശിഷ്ടം വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ 5 കൂട്ടിയിരിക്കുന്നത്. ഏതാണോ ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തിട്ട് ആ നമ്പറിനെ കൂടെ, എത്രയാണോ റിമൈൻഡർ തന്നേക്കുന്നത് അതിനെ കൂടെ കൂട്ടിയാൽ മതി. അപ്പം 9999 ഏറ്റവും വലിയ നാലക്ക സംഖ്യ. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ശിഷ്ടം, ലസാഗു കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടത്തെ കുറച്ചിട്ട് 5 കൂട്ടി എഴുതുക. അപ്പോൾ ഇതേ മോഡൽ പ്രാക്ടീസ് പ്രോബ്ലംസ് റാങ്ക് ഫയലിലൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് ഈ സെയിം മോഡൽ തന്നെ 4-5 ചെയ്ത് നോക്കുക. വേണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ 5 അക്ക സംഖ്യയെന്നോ 2 അക്ക സംഖ്യയിൽ തുടങ്ങി തന്നെ നമുക്ക് തനിയെ നോക്കി 4-5 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലാകും. അടുത്ത ടൈപ്പ് പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഓരോ ക്ലാസ്സും അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഇതിൻ്റെ തന്നെ കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷെ അത് പല മോഡൽ ഒരേ ക്ലാസ്സിൽ തന്നെ പറയുമ്പോൾ അത് ടഫായിട്ട് വരും. അതുകൊണ്ടാണ് ഒരു മോഡൽ മാത്രമായിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.